പിന്നെ ഇവർ പറയും എവിടെയാണ് ഇപ്പോൾ RSSനെതിരായുള്ള പോരാട്ടം, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കേരളത്തിലെ DGP ആരാ? രവത ചന്ദ്രശേഖർ, പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ചീഫായ ഒരാളെ കേരളത്തിൽ DGP ആയി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇവിടെ ആളില്ലാത്തതിന് പേരിലാണോ? യോഗേഷ് ഗുപ്തയും അതോടൊപ്പം നിതിൻ അഗർവാളിനെയും മാറ്റി എന്തേ മോദിയുടെ വിശ്വസ്തനെ ഇവിടെ കൊണ്ടുവന്നത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് RSSന് പാട്ടം കൊടുത്ത് പിണറായി വിജയനല്ലേ? എന്താ കാരണം? പിണറായി വിജയനും മകളും ജയിലിൽ പോകാതിരിക്കാൻ മോദിയുടെ പ്രീതിക്ക് വേണ്ടി ദയാദാക്ഷ്യത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി. എന്നിട്ട് നിങ്ങൾ പറയാം ഞങ്ങളാണ് വലിയ RSS ദരിദ്രരെന്ന്. VP സിംഗിനെ പിന്തുണക്കുകയും അതോടൊപ്പം തന്നെ ആ സർക്കാരിന്റെ BJPയുടെ പിന്തുണയിൽ നിങ്ങൾ പിന്തുണച്ചിട്ടില്ലേ? നിങ്ങളല്ലേ കാലാകാലമായി RSS ഉൾപ്പെടെയുള്ള അതിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനസംഘമായി BJPയും കൂട്ടുകൂടിയ നിങ്ങളല്ലേ? ഞാൻ ചരിത്രത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ശിവദാസ മേനോന് പിന്തുണ നേടി പാലക്കാട് ലാൽകൃഷ്ണ അഡ്വാനി വന്ന് പോട്ടി ചോദിച്ചത് നിങ്ങളുടെ നേതാവിന് വേണ്ടിയിട്ടല്ലേ? അതൊക്കെ നിങ്ങൾ നടത്തിയിട്ടില്ലേ? നിങ്ങൾ RSSുമായി അകലെ നിർത്തിയവരാണോ? അല്ലല്ലോ. നിങ്ങൾ ആ ഘട്ടത്തിലൊക്കെ അവരുമായി നിലപാട് സ്വീകരിക്കുക, അവരോട് ഒന്നിച്ച് മത്സരിക്കുകയൊക്കെ ചെയ്ത് കേരളത്തിലെ മുഖ്യമന്ത്രി പോലും ജനസംഘത്തിന്റെ പിന്തുണയോടെയല്ലേ കൂത്തുപറമ്പിൽ മത്സരിച്ചത്. KG മാരാർക്ക് നിങ്ങൾ ഉദുമയിൽ പിന്തുണ കൊടുത്തിട്ടില്ലേ? നിങ്ങൾ കൊടുത്തിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഒരു വളരെ കൃത്യമാണ് ശ്രീ അജിംസെ, കേരളത്തിനകത്ത് കുറച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPMന് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിനകത്ത് ഇപ്പൊ അവരൊരു ഇസ്ലാമോഫോബിയ സെറ്റ് ചെയ്യാണ്. ആ സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് എന്ത്? ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള ഇവരുടെ പ്രസ്താവനകൾ നമ്മുടെ മുമ്പിലല്ലേ? അതെന്താണ്? അത് ഇവരുണ്ടാക്കുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയായി ഇക്കാലം അതിൽ കൂട്ടുകൂടാത്തവർ, അവരുമായി ചേരാത്തവർ, അവരുമായി സംസാരിക്കാത്തവർ, അവർ സമ്മേളനത്തിൽ പോകാത്തവരാണ് ഇവർ. അല്ലല്ലോ, ഒന്നിച്ച് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത ആളുകളല്ലേ? എന്നിട്ട് അതിന്റെ പേരിൽ കേരളത്തിനകത്ത് ഉണ്ടാക്കുന്ന കാരണം എന്താ? BJPയുടെ അതേ ലൈൻ ഇവിടെ എടുക്കുകയാണ്. അതുകൊണ്ടല്ലേ വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും ഒരു നിലപാട് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായോ? മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായോ? അല്ല റിജിൽ, ഈ ഇസ്ലാമോഫോബിയുടെ ഭാഗമാണോ റിജിൽ? ഏതെങ്കിലും മുസ്ലിം സംഘടനകളെ വിമർശിച്ചാൽ അത് ഇസ്ലാമോഫോബിയ ആവുമോ? അതല്ല, അത് ഉണ്ടാക്കുന്ന എന്താണ്? ഞാൻ പറയുന്ന ഒരു കാര്യം, ആ രൂപത്തിലേക്കാണ് ഇസ്ലാമോഫോബിയ. ഇവർ RSSന്റെ ഇപ്പം ഇവിടെ ഭൂരിപക്ഷ വോട്ട് നേടുക എന്നുള്ളതിന്റെ ഭാഗമാണ്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് സംഘമൊക്കെ നടത്തി. പക്ഷെ അതിനകത്ത് അവർക്ക് ബോധ്യപ്പെട്ടു ഇവരുടെ നിലപാട് എന്താണെന്ന് ബോധ്യപ്പെട്ടു. പാഷാണം വർക്കിയെ പോലെ ഇപ്പൊ പുതിയ നിലപാടുമായിട്ട് മുമ്പോട്ട് പോവാണ്. കേരളത്തിലെ സാമുദായിക അന്തരീക്ഷത്തെ സൗഹാർദ്ദത്തെ തകർക്കുന്നതിന് വേണ്ടി CPM എടുക്കുന്ന നിലപാടുകളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അന്തസ്സുള്ള നിലപാടെടുക്കുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെതിരായി ഏതെങ്കിലും നിലപാട് കേസെടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞ ഓരോ പ്രഖ്യാപനങ്ങളുണ്ടല്ലോ. എന്തിനു പറയുന്നു? കേരളത്തിലെ മുഖ്യമന്ത്രിയിലെ ഡൽഹിയിൽ പോയി ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ ആക്ഷേപിച്ചത്. അപ്പൊ ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? എന്താ അതിന്റെ ലക്ഷ്യം? മലപ്പുറത്തെ ആ രൂപത്തിൽ ചിത്രീകരിക്കുമ്പോൾ അത് ഇസ്ലാമോഫോബിയായി വരില്ലേ? ഇവിടെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഒന്നിച്ചു ചേർന്നവരെ ആ ഭീകരവാദികൾ തീവ്രവാദികളുമായി ചിത്രീകരിക്കുമ്പോൾ അതിന്റെ പിറകിൽ CPMന്റെ ലക്ഷ്യം എന്താണ്? അത് ചെറുതായി കാണാൻ ആവശ്യമുണ്ടോ?